സർ, യഥാർത്ഥത്തിൽ വി ഡി സതീശൻ എന്നുള്ള നേതാവിന് വാക്കിന് വ്യവസ്ഥയില്ലാത്ത നേതാവാണ്. കാരണം നമുക്കറിയാം, അദ്ദേഹം സാമുദായിക നേതാക്കന്മാരുടെ തിന്ന നിരങ്ങില്ല എന്ന് പറഞ്ഞു. അതേ നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഇവിടെ വന്ന് നിരങ്ങിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ള തലത്തിലേക്കാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ലഭിക്കേണ്ട തുടർഭരണത്തെ പോലും ഇല്ലാതാക്കിയതിൽ അദ്ദേഹത്തിന് നല്ലൊരു പങ്കില്ലേ? അല്ല, ഇപ്പൊ സതീശനോട് വിരോധമുള്ള അല്ലെങ്കിൽ സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കമന്റുകൾ പറയാം. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു രാഷ്ട്രീയത്തിൽ സാധാരണ ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹവും എന്ത് ചെയ്യുന്നുള്ളൂ, കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവാകുമ്പോൾ അദ്ദേഹത്തിന് 10-25 സ്റ്റാഫുകളുണ്ട്. കുറെ കൂടി വലിയൊരു ടീമിനെ അദ്ദേഹം കൂടെ നിർത്തേണ്ടതാണ്. കാരണം അല്ലാത്തതിന്റെ വല്ല കുഴപ്പവും സതീശന് പറ്റിയിട്ടുണ്ട്. കാരണം ഇന്ന് വൈകുന്നേരങ്ങളിൽ ഇവനൊക്കെയാണല്ലോ മന്ത്രി എന്നുള്ളത് ശിവൻകുട്ടിയെ വിളിക്കുകയും പിന്നീട് പിറ്റേ ദിവസം തന്നെ, അതായത് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ചെന്നിട്ട് ഞാൻ ഇവനൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് കൂടുതൽ നാണക്കേടാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അല്ലെങ്കിൽ വി ഡി സതീശൻ പറയാണ് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരും. മറ്റത് അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ കടത്തി പറഞ്ഞു പോയി, അതായത് പക്ഷേ ഞാൻ ഒരിക്കലും ഇവനൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായ? ഇത് നിങ്ങൾ അറിയേണ്ടത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ പി വി അൻവറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം, പി വി അൻവർ വാക്ക് മാറ്റി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പി വി അൻവറിനെ കുറിച്ച് വി ഡി സതീശൻ എന്താ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൊബൈലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ അത് മാറ്റി പറയേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഈ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അത് സോഷ്യൽ മീഡിയ അധിഷ്ഠിതമാണ് എന്നുള്ളത് ഇവർ ഏറ്റവും ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ആ സോഷ്യൽ മീഡിയ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് അദ്ദേഹം ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചേക്കണ നിരവധി പേർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ട്. ഞാനിപ്പോ അത് വ്യക്തിപരമായിട്ടൊന്നും പോകുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ സതീശന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത്.